ഈ അധ്യയന വർഷം സ്കൂളുകൾ തുറക്കുമ്പോൾ പ്രവേശനോത്സവ ഗാനമായി മുഴങ്ങുക പത്തനംതിട്ട സ്വദേശിനിയായ വിദ്യാർത്ഥിനിയുടെ വരികളാണ്. കൊട്ടാരക്കര താമരക്കുടി SVV സ്കൂളിലെ വിദ്യാർത്ഥിനി ഭദ്ര ഹരി എന്ന മിടുക്കിയാണ് വരികൾ എഴുതിയത്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കുരുന്നുകളുടെ ചെവിയിൽ ഇത്തവണ ആദ്യം മുഴങ്ങുക. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. ഇതാദ്യമായാണ് ഒരു വിദ്യാർത്ഥിനിയുടെ വരികൾ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ഗാനമാകുന്നത്. കൊട്ടാരക്കര താമരക്കുടി SVV സ്കൂളിലെ ഭദ്ര ഹരിയാണ് വരികൾ എഴുതിയത്. മുഴുവൻ A+ഓടെ 10ാം ക്ലാസ് പാസ്സായതിന്റെ സന്തോഷത്തിനിടെ കിട്ടിയ അംഗീകാരം ഭദ്രയ്ക്ക് ഇരട്ടി മധുരമായി. കഴിഞ്ഞ വർഷത്തെ അവധിക്കാലത്താണ് ഈ കവിത എഴുതിയത്. എന്നാൽ അന്ന് പരിഗണിച്ചില്ല. ഒരു വർഷം പിന്നിടുമ്പോൾ മകളുടെ കവിതയ്ക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് കുടുംബം. നോട്ട്ബുക്കുകളിൽ കവിത കുറിച്ചു വെച്ച് തുടങ്ങിയ ഭദ്രയ്ക്ക് കുമാരനാശാന്റെ രചനകളാണ് ഏറെ ഇഷ്ടം. കുമാരനാശാന്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ വാക്കുകളാണ്. വളരെ ഈ താളത്തിലും വൃത്തത്തിലും എഴുതുന്ന കവിതകളാണ്. അപ്പോൾ അതിന് നല്ലൊരു ഈണം കൊടുത്ത് പാടാൻ കഴിയും. മാത്രമല്ല വാക്കുകളുടെ ഒരു പ്രത്യേക ചേർച്ച മൂലം ഒരു സവിശേഷ ഭംഗിയുള്ള കവിതകളാണ്. മാത്രമല്ല ഒരുപാട് ആശയങ്ങളുള്ള കവിതകളാണ്. സമകാലിക സംഭവങ്ങളെക്കുറിച്ചും കവിതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിലെ സ്കൂൾ കാലം മഴയോടുകൂടിയാണ് തുടങ്ങുന്നത്, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർഷിക സംസ്കാരവും വിദ്യാഭ്യാസവുമായിട്ടുള്ള റിലേഷൻ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സയൻസ്, ഭാഷ, ഇങ്ങനെയുണ്ടായ പുരോഗതികൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പൊതുവിദ്യാലയങ്ങൾ മുൻഗണന നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാണ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാന പ്രവേശനോത്സവ ചടങ്ങിൽ ഭദ്ര പ്രത്യേക അതിഥിയാണ്. ഇങ്ങനെയൊരു ഒരവസരം അവൾക്ക് കിട്ടിയതിൽ വളരെയധികം ഞങ്ങളെല്ലാവരും തന്നെ വളരെ സന്തോഷമാണ്. തുടർന്ന് നിലവിലും അവൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ അവളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഉചിതമായ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്ത് വായിക്കാനുള്ള സൗകര്യങ്ങളും പുസ്തകങ്ങളും ഒക്കെ കൊടുത്ത് അവളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടൂർ ഡെപ്യൂട്ടി തഹസിൽദാരായ ഹരീന്ദ്രനാഥിന്റെയും താമരക്കുടി സ്കൂൾ അധ്യാപികയായ സുമയുടെയും മകളാണ് ഭദ്ര. അനുജത്തി ധ്വനി 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മലയാളം അധ്യാപികയാകണമെന്നാണ് ഭദ്രയുടെ ആഗ്രഹം. ന്യൂസ് മലയാളം, കൊല്ലം.